ദുബായ് എയർ ഷോയ്ക്കിടെ വ്യോമസേനയുടെ തേജസ് വിമാനം തകർന്നു വീണ പൈലറ്റ് വീരമൃത്യു വരിച്ച സംഭവത്തിൽ വ്യോമസേനയുടെ ആഭ്യന്തര അന്വേഷണം പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ബൽറാം, രാജ്യത്തിനാകെ സങ്കടത്തിലാഴ്ത്തിക്കൊണ്ടുള്ളൊരു വാർത്തയാണ് ഇന്നലെ വൈകുന്നേരം പുറത്തു വന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്. എപ്പോഴാണ് ഈ അന്വേഷണം ആരംഭിക്കുക? ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും പുറത്തു വന്നിട്ടുള്ളൂ? വെരി ഗുഡ് മോർണിംഗ് പ്രവിത സൂചിപ്പിച്ച പോലെ തന്നെ രാജ്യത്തെ മുഴുവൻ ആശങ്കയിലാഴ്ത്തിയ സങ്കടത്തിലാക്കിയ ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2:10 ദുബായ് എയർ ഷോയ്ക്കിടെ ഇന്ത്യൻ വ്യോമസേനയുടെ തേജസ് വിമാനം തകർന്നു വീണ പൈലറ്റ് വീരമൃത്യു വരിച്ച സംഭവം. ഈ സംഭവത്തിൽ ഉടൻ തന്നെ വ്യോമസേന ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. വ്യോമസേനയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക വിവരങ്ങൾ ശേഖരിച്ച്, ഒപ്പം തന്നെ ഈ എയർ ഷോയ്ക്കിടെയുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് അവ പരിശോധിച്ച ശേഷം പ്രാഥമികമായ റിപ്പോർട്ട്, ഈ അപകടത്തിന്റെ കാരണം എന്ത് എന്നത് സംബന്ധിച്ചുള്ള വ്യോമസേനയുടെ പ്രാഥമികമായ പ്രതികരണം അതിനുശേഷം ഉടൻ തന്നെ ലഭ്യമാകും എന്നുള്ളതാണ് നമുക്ക് വ്യോമസേനാ വൃത്തങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇപ്പോൾ സ്ഥലത്ത് ഉണ്ട്. സാങ്കേതിക വിവരങ്ങൾ ഉൾപ്പെടെയുള്ളവ ശേഖരിച്ച് വരികയാണ്. ഈ സംഭവത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാൻ അടക്കമുള്ളവർ അതീവ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ദുഃഖത്തിന്റെ വേളയിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം നിൽക്കുന്നു എന്നാണ് പ്രതികരിച്ചിരിക്കുന്നത് എല്ലാവരും തന്നെ. ഇന്നലെ ഉച്ചയ്ക്ക് 2:10 കൂടിയാണ് ഈ എയർ ഷോയ്ക്കിടെ ഉണ്ടായ പരിശീലനത്തിനിടെ, അല്ലെങ്കിൽ ആ ഒരു ഷോ നടന്ന് പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത്. അത് ഒരു ലൂപ്പ് പൂർത്തിയാക്കി വരുന്നതിനിടെ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ വിമാനം താഴേക്ക് വരികയും തുടർന്ന് നിലത്ത് പതിക്കുകയുമായിരുന്നു. ഉടൻ തന്നെ വലിയ തീഗോളമായി ഈ വിമാനം മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ത്യൻ വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒരു വിമാനം കൂടിയാണ് തേജസ് യുദ്ധവിമാനം എന്നുള്ളത്. MiG-21 യുദ്ധവിമാനങ്ങൾ പിൻവലിച്ച ശേഷം അതിന് പകരക്കാരനാകാൻ എന്ന് നിശ്ചയിച്ചിരുന്ന വിമാനം കൂടിയാണ് ഈ തേജസ് യുദ്ധവിമാനം. പ്രാദേശികമായി തദ്ദേശീയമായി തന്നെ HAL വികസിപ്പിച്ചെടുത്ത ഒരു വിമാനത്തിനാണ് ഈ അപകടമുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അന്വേഷണ റിപ്പോർട്ട് ഏറെ നിർണായകമാണ്. തീർച്ചയായും അന്വേഷണ റിപ്പോർട്ട് ഉടൻ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. രാജ്യം കാത്തിരിക്കുകയാണ് എന്താണ് തേജസിന് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.